ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ മുമ്പുള്ള വീഡിയോസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ഉണ്ടാകുന്ന പ്രോഫിറ്റോ ഗെയിനോ ആണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിന്റെ അണ്ടറിൽ ടാക്സബിൾ ആവുക. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ്, എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് ആണ് ട്രാൻസാക്ഷൻ നോട്ട് റിഗാർഡ് ആസ് എ ട്രാൻസ്ഫർ. അപ്പൊ താഴെ പറയുന്ന ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് അത് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. അപ്പൊ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിന്റെ അണ്ടറിൽ വരില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഒരുപാട് ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മൾ ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ഓരോ സ്പെഷ്യൽ കേസസ് വരുമ്പോൾ, ഈ ചാപ്റ്ററിൽ തന്നെ ഓരോ സ്പെഷ്യൽ കേസസ് വരുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ദി ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ ബൈ എ കമ്പനി ടു ഇറ്റ് ഷെയർ ഹോൾഡർ ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ ഇൻ ദി ഹാൻഡ് ഓഫ് കമ്പനി. ഒരു കമ്പനിയുടെ ലിക്വിഡേഷന്റെ സമയത്ത് ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റ്, ലിക്വിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പിരിച്ചുവിടുക എന്നുള്ള ആ സമയത്ത് കമ്പനിയുടെ ക്യാപിറ്റൽ അസറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ഡിസ്ട്രിബ്യൂഷന് എന്തായിട്ട് പരിഗണിക്കില്ല, ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കേസ് പറയുന്നത് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓൺ ദി ടോട്ടൽ ഓർ പാർഷ്യൽ പാർട്ടീഷൻ ഓഫ് എൻ HUF. ഇപ്പൊ HUF പാർട്ടീഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാർഷ്യൽ പാർട്ടീഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടോട്ടൽ പാർട്ടീഷൻ ചെയ്യുമ്പോഴൊക്കെ HUFന്റെ അസറ്റ്, ക്യാപിറ്റൽ അസറ്റ് അതിന്റെ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും അതും എന്തായിട്ട് പരിഗണിക്കില്ല, ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. എന്ന് വെച്ചാൽ HUFന്റെ ക്യാപിറ്റൽ അസറ്റ് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. മൂന്നാമത്തത് എനി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് അണ്ടർ എ ഗിഫ്റ്റ് ഓർ വിൽ ഓർ ആൻ ഇറിവോക്കബിൾ ട്രസ്റ്റ്. ഇപ്പോൾ ഗിഫ്റ്റ് ആയിട്ടോ വില്ലായിട്ടോ, ദാനമായിട്ടോ അതല്ലെങ്കിൽ ഇറിവോക്കബിൾ ട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാൾക്ക് അസറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് പരിഗണിക്കില്ല, ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന് മുഖേന ഈ സോപ്പ് മുഖേന ഷെയർ ഗിഫ്റ്റ് ആയിട്ട് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് പരിഗണിക്കും, ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കും. ഇപ്പൊ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സോപ്പ് സ്കീം പ്രകാരം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രകാരം ഷെയർസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കും. ഓക്കെ, the next one, any transfer of capital asset by a 100% holding company to its Indian subsidiary company. ഒരു 100% ഹോൾഡിംഗ് കമ്പനി അതിന്റെ ഇന്ത്യൻ സബ്സിഡറി കമ്പനിക്ക് എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും അതും ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്, എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ എ 100% സബ്സിഡറി കമ്പനി ടു ഇറ്റ്സ് ഇന്ത്യൻ ഹോൾഡിംഗ് കമ്പനി. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, മുന്നത്തെ പോയിന്റ് ഉള്ളത് പോലെ തന്നെയാണ്. ഒരു 100% സബ്സിഡറി കമ്പനി ഇന്ത്യൻ ഹോൾഡിംഗ് കമ്പനിക്ക് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. ഓക്കെ, ദ നെക്സ്റ്റ്, എനി ട്രാൻസ്ഫർ ഇൻ എ സ്കീം ഓഫ് അമാൽഗമേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ ദി അമാൽഗമേറ്റിംഗ് കമ്പനി to the amalgamated company if the amalgamated company is an Indian company. ഒരു അമാൽഗമേറ്റിംഗ് കമ്പനി, ഇതാണ് അമാൽഗമേറ്റിംഗ് കമ്പനി. ഈ അമാൽഗമേറ്റിംഗ് കമ്പനി അമാൽഗമേറ്റഡ് കമ്പനിക്ക്, ഇന്ത്യൻ അമാൽഗമേറ്റഡ് കമ്പനിക്ക്, ഓക്കെ, അപ്പൊ ഇന്ത്യൻ അമാൽഗമേറ്റഡ് കമ്പനിക്ക് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. ഇനിയും ഒരുപാട് ട്രാൻസാക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫർ അല്ലാത്ത ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഓരോ സ്പെഷ്യൽ കേസസ് വരുമ്പോൾ അതിന്റെ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. സ്പെഷ്യൽ കേസസ് വരുമ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, സെക്ഷൻ 49 സബ്സെക്ഷൻ 1. അപ്പൊ ഇവിടെ ഈ സെക്ഷനിൽ പറയുന്നത്, ഇപ്പോ ഒരു അസസിക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒന്നും വന്നിട്ടില്ല എങ്കിൽ സെക്ഷൻ 49 സബ്സെക്ഷൻ 1 പ്രകാരം എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു അസറ്റ്, ക്യാപിറ്റൽ അസറ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്? നില്ലാണ്. പക്ഷേ സെക്ഷൻ 49 സബ്സെക്ഷൻ 1 പ്രകാരം അത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അതിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 2 കേസസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് കേസ് പറഞ്ഞത്, ഇൻ സർട്ടൻ കേസസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി പ്രീവിയസ് ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി ഷാൾ ബി ഡീംഡ് ടു ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫോർ ദി അസസി. അപ്പൊ താഴെ പറയുന്ന ഈ കേസസില് പ്രീവിയസ് ഓണർക്ക് എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നത്, ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പർട്ടിക്കുലർ അസസിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് പരിഗണിക്കും. അതാണ് ഡീംഡ് ടു ബി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി അസസി എന്നുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, ദി അസറ്റ് റിസീവ്ഡ് ഓൺ ടോട്ടൽ ഓർ പാർഷ്യൽ പാർട്ടീഷൻ ഓഫ് HUF. ഇപ്പൊ ഒരു HUF പാർട്ടീഷൻ ചെയ്യാണ്. ഇപ്പൊ ടോട്ടലായിട്ട് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാലും അതല്ല പാർഷ്യൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാലും ആ HUFിലെ ക്യാപിറ്റൽ അസറ്റ് അതിന് മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെ? മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് എന്തുണ്ടാവില്ല? കോസ്റ്റ് ഓഫ് അക്വിസിഷന് ഉണ്ടാവില്ല. പക്ഷേ ഈ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ അസറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മെമ്പേഴ്സ് അസറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത് HUF ആ ക്യാപിറ്റൽ അസറ്റ് എത്ര രൂപക്കാണോ അത് അക്വയർ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് ആകും ഈ മെമ്പേഴ്സിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് പരിഗണിക്കുക. ഓക്കെ, രണ്ടാമത്തത്, അസറ്റ് റിസീവ്ഡ് അണ്ടർ ഗിഫ്റ്റ് ഓർ വിൽ. ഇവിടെ നോക്കുക, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് കുറച്ച് ഗോൾഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു വിചാരിക്കുക. അപ്പൊ മിസ്റ്റർ ബിയെ സംബന്ധിച്ചിടത്തോളം ഗോൾഡിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. ഓക്കെ, ഇനി മിസ്റ്റർ ബി ഇത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിറ്റ മുഴുവൻ എമൗണ്ടും എന്തായിട്ട് വരും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ സെക്ഷൻ 49 സബ്സെക്ഷൻ 1 പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗിഫ്റ്റ് ആയിട്ടോ വില്ലായിട്ടോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത് പ്രീവിയസ് ഓണർക്ക് അഥവാ മിസ്റ്റർ എക്ക് എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നത് അതാണ് മിസ്റ്റർ ബിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ദെൻ അസറ്റ് റിസീവ്ഡ് ബൈ സക്സഷൻ, ഇൻഹെറിറ്റൻസ് ഓർ ഡിവല്യൂഷൻ. വെച്ചാൽ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ സ്വത്തിന്റെ അവകാശമായിട്ടൊക്കെ നമുക്ക് അസറ്റ് കിട്ടില്ലേ? ഇപ്പോൾ അച്ഛനിൽ നിന്ന് മകൻക്ക് അസറ്റ് കിട്ടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മകനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുള്ളത് ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ഈ മകന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, അസറ്റ് റിസീവ്ഡ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, BOI ഓർ AOP. ഓക്കെ, അപ്പോൾ ഫേം അല്ലെങ്കിൽ BOയോ AOPയോ ഒക്കെ ഡിസൊല്യൂഷൻ പിരിച്ചുവിടുന്ന സമയത്ത്, ആ കമ്പനി പൂട്ടാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിന്റെ അസറ്റ് അതിലെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോ ഒക്കെ കൊടുക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫേമിന് എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുള്ളത് ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ആ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ പ്രീവിയസ് ഓണർ ആരാണ് ഇവിടെ? ഫേം അല്ലെങ്കിൽ BOI അല്ലെങ്കിൽ AOP. ഇപ്പൊ ഇവർക്ക് എത്രയാണോ ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുള്ളത് അതാണ് മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത്. നെക്സ്റ്റ് വൺ, അസറ്റ് റിസീവ്ഡ് ഓൺ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി. അപ്പൊ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ അസറ്റ് ബാക്കി ഉണ്ടെങ്കിൽ അതിന്റെ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് എത്രയാണോ അതിന്റെ കോസ്റ്റ് വന്നിട്ടുള്ളത് അതാണ് ആ ഷെയർ ഹോൾഡേഴ്സിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ അസറ്റ് റിസീവ്ഡ് അണ്ടർ ട്രസ്റ്റ്, വെദർ റിവോക്കബിൾ ഓർ ഇറിവോക്കബിൾ. ഓക്കെ, റിവോക്കബിൾ ആയാലും ഇറിവോക്കബിൾ ആയാണെന്നുണ്ടെങ്കിലും അണ്ടർ എ ട്രസ്റ്റിലൂടെയാണ് ഒരു അസറ്റ് റിസീവ് ചെയ്തതെങ്കിൽ, ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലും വെറുതെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? എന്തെങ്കിലും ഒരു അസറ്റ് എന്ത് ചെയ്തു വെറുതെ ഏതെങ്കിലും ഒരു ട്രസ്റ്റിന് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രീവിയസ് ഓണർക്ക് എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുള്ളത് അതാണ് അവിടെ ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. നെക്സ്റ്റ്, അസറ്റ് റിസീവ്ഡ് അണ്ടർ ബിസിനസ് റീഓർഗനൈസേഷൻ സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻ. ഇപ്പൊ ബിസിനസ് റീഓർഗനൈസേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അസറ്റ് റിസീവ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സർട്ടൻ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഓണർക്ക് എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുള്ളത് അത് തന്നെ ആകും ആർക്കാണോ അസറ്റ് കിട്ടിയത് അവരെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100% ഇന്ത്യൻ സബ്സിഡറി കമ്പനിക്ക് അതിൻ്റെ പാരൻറ്റ് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് റിസീവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരൻറ്റ് കമ്പനിയിൽ നിന്ന് സബ്സിഡറി കമ്പനി എന്ത് ചെയ്തു, ക്യാപിറ്റൽ അസറ്റ് റിസീവ് ചെയ്തു. അപ്പോൾ സബ്സിഡറി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. പക്ഷേ സബ്സിഡറി കമ്പനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പാരൻറ്റ് കമ്പനിക്ക് എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുള്ളത് അതാണ് സബ്സിഡറി കമ്പനിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ. ഇപ്പം അതേപോലെ തന്നെ ഇനി ഒരു കമ്പനി LLP ആയിട്ട് മാറുകയാണ്. കമ്പനി LLP ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ അസറ്റൊക്കെ എന്തായിട്ട് മാറും, LLPയുടെ അസറ്റായിട്ട് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LLPയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുള്ളത് അതാണ് LLP കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അസറ്റ് റിസീവ്ഡ് ബൈ ആൻ HUF ഫ്രം ഇറ്റ്സ് മെമ്പർ. മെമ്പറിൽ നിന്ന് HUF എന്ത് ചെയ്യുന്നു, അസറ്റ് റിസീവ് ചെയ്യുന്നു. ഓക്കെ, അസറ്റ് റിസീവ്ഡ് ബൈ ആൻ HUF ഫ്രം ഇറ്റ്സ് മെമ്പർ. അപ്പോൾ മെമ്പറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അസറ്റ് അത് HUFന് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെമ്പറിന് എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുള്ളത് അതാകും HUF കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. ക്ലിയർ. നെക്സ്റ്റ് കേസ് പറയുന്നത് ഇൻ സർട്ടൈൻ കേസസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി ക്യാപിറ്റൽ അസറ്റ് ഷാൽ ബി. അതിൽ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്, കൺവേർഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ഇൻ ടു ഇക്വിറ്റി ഷെയർ ഓഫ് ദാറ്റ് കമ്പനി, ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് കറസ്പോണ്ടിങ് പ്രിഫറൻസ് ഷെയർ ഷാൽ ബി കൺസിഡേർഡ് ആസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് സച്ച് കൺവേർട്ടഡ് ഇക്വിറ്റി ഷെയർ. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ കൺവേർട്ട് ചെയ്തു, എന്ത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഉണ്ടായിരുന്നു, അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇക്വിറ്റി ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി ഷെയർ വാങ്ങാൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലായിരുന്നു അല്ലേ. ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എത്രയാണോ പ്രിഫറൻസ് ഷെയർ അക്വയർ ചെയ്യാൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണോ അത് തന്നെയാകും കൺവേർട്ടഡ് ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത്. ക്ലിയർ. അപ്പോൾ ഇവിടെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്, നില്ലാണ്. പക്ഷേ ഇവിടെ പ്രിഫറൻസ് ഷെയറിന് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ വാങ്ങാൻ എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുള്ളത് അത് തന്നെയാകും ഈ ഇക്വിറ്റി ഷെയർ കൺവേർട്ടഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, അസറ്റ് കവേർഡ് അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2(10). ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നമ്മളപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, കൺവേർഷൻ ഓഫ് ഇൻവെൻട്രി ഇൻ ടു ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ഒരു ഇൻവെൻട്രി ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഈ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്പെഷ്യൽ കേസസിൽ നമ്മൾ ഇത് ഈ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 കേസ് പറഞ്ഞു അല്ലേ. ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷന് അവിടെ പ്രീവിയസ് ഓണറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നെയാണ് അസസിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ വരുന്നത് ചില കേസസ് ആണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു അസറ്റ് ഗിഫ്റ്റ് ആയിട്ടോ വില്ലായിട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസസ് പറഞ്ഞു. പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നെയാണ് അസസിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് വേർ ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി പ്രീവിയസ് ഓണർ ഈസ് അസർട്ടൈനബിൾ. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, വെച്ചാൽ പ്രീവിയസ് ഓണറിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ എത്രയാണോ പ്രീവിയസ് ഓണർക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുള്ളത് അത് തന്നെയാകും ഈ അസസിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷന് അൺഅസർട്ടൈനബിൾ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ the fair market value of the asset on the date which the previous owner had acquired the same shall be deemed to be the cost of acquisition. എന്ന് വെച്ചാൽ പ്രീവിയസ് ഓണർ ഏത് ഡേറ്റിലാണോ ആ അസറ്റ് അക്വയർ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റിലുള്ള ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ആരെടുക്കുക, അസസ് എടുക്കുക എന്നുള്ളത്. ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ കേസിൽ പറയുന്നത് the cost of improvement include the improvement expenditure incurred by the previous owner. അപ്പോൾ ഒരു അസസിയെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഓണർക്ക് വന്നിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചറും ആ അസസിയുടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ
ആസസിയെ സംബന്ധിച്ചിടത്തോളം അസസിക്ക് വന്നിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചറും പ്രീവിയസ് ഓണർക്ക് വന്നിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചറും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിൽ ഉൾപ്പെടുത്താം. ക്ലിയർ. നെക്സ്റ്റ് വൺ, പീരീഡ് ഓഫ് ഹോൾഡിംഗ്. പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ പറയുന്നത് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ദി പ്രീവിയസ് ഓണർ ഷാൾ ബി കൺസിഡർ ഫോർ ക്ലാസിഫൈയിങ് ദി അസറ്റ് ഇൻ ടു ഷോർട്ട് ടൈം ഓർ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, അപ്പോൾ ഒരു അസസി, ആ അസസിയുടെ ക്യാപിറ്റൽ അസറ്റ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ല ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് പ്രീവിയസ് ഓണറുടെ ആ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ 1/1/2014 ഒരു അസറ്റ് അക്വയർ ചെയ്തു, ഗോൾഡ് അക്വയർ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ ഗോൾഡ് മിസ്റ്റർ ബിക്ക് എന്ത് ചെയ്തു, ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ഗിഫ്റ്റായിട്ടാണ് കൊടുക്കുന്നത് എന്ന് 1/1/2018. ഇനി മിസ്റ്റർ ബി അത് 1/1/2020 അത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബിയെ സംബന്ധിച്ചിടത്തോളം പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്നുള്ളത് 1/1/2014 ടു 1/1/2020 വരെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ സെക്ഷൻ 49 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ഇതിലൂടെയാണ് അസറ്റ് അക്വയർ ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഓണറിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഓൺ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഷാൾ ബി അവൈലബിൾ ഫ്രം ദ ഇയർ വെൻ ദി കറന്റ് ഓണർ ദ ഫസ്റ്റ് ഹെൽഡ് ദ പ്രോപ്പർട്ടി. അപ്പോൾ എന്നാണോ കറന്റ് ഓണർ ആ പ്രോപ്പർട്ടി ഹെൽഡ് ചെയ്യുന്നത് അന്ന് മുതലുള്ള ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കുക. പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1/1/2014 മുതൽ 1/1/2020 വരെയാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ്. എന്നാൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ICOI ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് ദി ട്രാൻസ്ഫർ, ഇയർ ഓഫ് ട്രാൻസ്ഫർ. അപ്പോൾ ഇയർ ഓഫ് ട്രാൻസ്ഫർ എന്താണ്, 1/1/2020 നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അന്നത്തെ CII ഡിവൈഡഡ് ബൈ CII ഓഫ് ദി അക്വിസിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അക്വിസിഷൻ എന്ന് പറയുമ്പോൾ അത് ഈ ഡേറ്റ് ആണ് എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ഓണർ എന്താണോ അത് ഹെൽഡ് ചെയ്യുന്നത് ആ ഡേറ്റ് ആണ്. അപ്പോൾ ഇവിടെ കറന്റ് ഓണർ ഹെൽഡ് ചെയ്യുന്നത് എന്താണ്, 1/1/2018 അന്നത്തെ ആ CII ആണ് എടുക്കുക. ഓക്കെ, അതാണ് പറഞ്ഞത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഷാൾ ബി അവൈലബിൾ ഫ്രം ദി ഇയർ വെൻ ദി കറന്റ് ഓണർ ഫസ്റ്റ് ഹെൽഡ് ദ പ്രോപ്പർട്ടി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ കേസ് പ്രകാരം CIT വേഴ്സസ് മഞ്ജുള ഷാ ബോംബെ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു കേസാണ്. ആ കേസ് പ്രകാരം ഇൻഡെക്സ് ബെനിഫിറ്റ് ഈസ് അവൈലബിൾ ഫ്രം ദ ഇയർ ഇൻ വിച്ച് അസറ്റ് വാസ് അക്വയർഡ് ബൈ ദി പ്രീവിയസ് ഓണർ ഓർ ഫോർ ദ ഇയർ ബിഗിനിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ 1981 വിച്ച് എവർ ഈസ് ലേറ്റർ. ഇവിടെ പറയുന്നത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പ്രീവിയസ് ഓണർ അക്വയർ ചെയ്ത മുതലുള്ള ആ ഇയർ മുതലുള്ള ഇൻഡെക്സേഷൻ ബെനിഫിറ്റോ അല്ലെങ്കിൽ 1 ഏപ്രിൽ 1981 ഇതിൽ ഏതാണോ ലേറ്റർ അതിൻ്റെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ കേസ് ലോവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യന്. മിസ്സിസ് പർമീന്ദർ ഹാസ് ജ്വല്ലറി ബീയിങ് ഗിഫ്റ്റഡ് ഓൺ 1 ഏപ്രിൽ 2005 ബൈ ഹെർ ബ്രദർ ജിതേന്ദർ. അപ്പോൾ ജിതേന്ദർ മിസ്സിസ് പരമീന്ദറിന് ഒരു ജ്വല്ലറി ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്ന് 1/4/2005. ജിതേന്ദർ ഈ ജ്വല്ലറി അക്വയർ ചെയ്തിട്ടുള്ളത് 1/7/1995 അത് 60,000 രൂപക്കാണ്. ഓക്കെ, 1/7/2002 ജിതേന്ദർ ഹാസ് സ്യൂൺ എ ഡയമണ്ട് വർത്ത് ₹25,000 ഇൻ സച്ച് ജ്വല്ലറി. അപ്പോൾ ജിതേന്ദർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡയമണ്ട് മേൽ 25,000 രൂപക്ക് ഒരു ഡയമണ്ട് സ്യൂൺ ചെയ്തിട്ടുണ്ട്, വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൺ 1 ഏപ്രിൽ 2019 മിസ്സിസ് പർമീന്ദർ ഇൻകേർഡ് പോളിഷ് എക്സ്പെൻഡിച്ചർ ഓൺ സച്ച് ജ്വല്ലറി കോസ്റ്റിംഗ് ₹5,000. നമ്മൾ പോളിഷ് എക്സ്പെൻഡിച്ചർ 5,000 ചിലവാക്കിയിട്ടുണ്ട്. ഓക്കെ, ആസ് ഓൺ 1 ഏപ്രിൽ 2019 മിസ്സിസ് പർമീന്ദർ സോൾഡ് സച്ച് ജ്വല്ലറി ഫോർ ₹12 lakh. ബ്രോക്കറേജ് 1% ഓഫ് സെയിൽസ് വാല്യൂ വാസ് പെയ്ഡ് ബൈ ഹെർ. ഓക്കെ, ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ജ്വല്ലറി ആസ് ഓൺ 1 ഏപ്രിൽ 2001 2 lakh ആയിരുന്നു. 1 ഏപ്രിൽ 2005 അത് 5 lakh. 1 ഏപ്രിൽ 2019 അത് 7,50,000. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദി ഹാൻഡ് ഓഫ് മിസ്സിസ് പർമീന്ദർ ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്താണ്
അത് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് മനസ്സിലായി അല്ലേ. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണ് എന്നുവെച്ചാൽ മോർ ദാൻ 36 മന്തിനേക്കാൾ പീരീഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. ആദ്യം എന്ത് ചെയ്യണം? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ അല്ലെങ്കിൽ സെയിൽസ് കൺസിഡറേഷൻ അല്ലേ. സെയിൽസ് കൺസിഡറേഷൻ നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളത് ആരുടെ ക്യാപിറ്റൽ ഗെയിൻ ആണ്? പരമീന്ദർ എത്രയും മിസ്സിസ് പരമീന്ദർ അതിന് എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 12 ലാഖിനാണ് വിൽക്കുന്നത്. അപ്പോൾ സെയിൽസ് കൺസിഡറേഷൻ എത്ര വരും? 12 ലാഖ്. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 12 ലാഖ്. ഓക്കെ. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്മീഷൻ വന്നിട്ടുണ്ട്. കമ്മീഷൻ എത്രയാണ്? 1% ആണ്. അപ്പോൾ 1% എന്ന് പറയുമ്പോൾ 12 ലാഖിൻ്റെ 1% 12,000. അപ്പോൾ നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ കിട്ടും. ഓക്കെ. നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ എത്രയാണ്? 11,88,000. ക്ലിയർ? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് അല്ലേ. എന്നിട്ടാണ് ഇൻഡെക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത് പ്രീവിയസ് ഓണറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് പ്രീവിയസ് ഓണറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നോക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഓണറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത് 1/7/1995 അത് 60,000 രൂപക്കാണ് അത് വാങ്ങിയത്. എന്നാൽ ഇത് വാങ്ങിയത് 2000 ഫസ്റ്റ് ഏപ്രിൽ 2001 മുന്നേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏതാണോ ഹയർ അത് എടുക്കാം. ഓക്കെ. അപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂ ഏതാണ്? 2 ലാഖാണ്. അപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ 2001 മുന്നേ അത് അക്വയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഫസ്റ്റ് ഏപ്രിൽ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ഇതിൽ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ 2 ലാഖാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 2 ലാഖ് ഇൻറ്റു CII ഇയർ ഓഫ് ദി ട്രാൻസ്ഫർ. അപ്പോൾ ഇയർ ഏത് ഇയറിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫസ്റ്റ് ഏപ്രിൽ 2019. അപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ 1920 CI ആണെന്നുണ്ടെങ്കിൽ അല്ലേ 289 ഡിവൈഡഡ് ബൈ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കേസ് ലോ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഓണർ എന്നാണോ അത് അക്വയർ ചെയ്തത് ഫസ്റ്റ് ഏപ്രിൽ 1995 അല്ലേ 1/7/1995 അല്ലെങ്കിൽ ഫസ്റ്റ് ഏപ്രിൽ 2001. നമ്മളിവിടെ ഫസ്റ്റ് ഏപ്രിൽ 1981 ആണ് പറഞ്ഞത്. അത് കുറച്ച് മുന്നത്തെ കേസ് ആയതുകൊണ്ടാണ്. അന്നത്തെ ഇൻഡെക്സ് കുറച്ച് മുന്നേ ഇൻഡെക്സേഷൻ തന്നിട്ടുള്ളത് ഫസ്റ്റ് അതിൻ്റെ ബേസ് ഇയർ തന്നിട്ടുള്ളത് 1981 ആണ്. പക്ഷേ ഇപ്പോൾ ബേസ് ഇയർ മാറ്റി 2001 ആക്കി. അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ ഈ കേസസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ 1/7/1995 അല്ലെങ്കിൽ 1/4/2011 ഇതിൽ ഏതാണോ ലേറ്റർ അതിൻ്റെ CII ആണ് എടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് ഏപ്രിൽ 2001 CII നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ആകും അല്ലേ. 100 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 5,78,000 കിട്ടും. ഓക്കെ. ഇനി അതല്ല നമ്മൾ ഈ കേസ് ലോ പ്രകാരമല്ല ഇത് ചെയ്യുന്നതെങ്കിൽ എന്നാണോ കറന്റ് ഓണറിന് അത് കിട്ടുന്നത്? കറന്റ് ഓണർ എന്ന് പറഞ്ഞാൽ മിസ്സിസ് പരമീന്ദർ ആണ് കറന്റ് ഓണർ. ആ കറന്റ് ഓണറിന് കിട്ടുന്നത് എന്നാണ്? ഫസ്റ്റ് ഏപ്രിൽ 2005 അന്നത്തെ CII ആണ് എടുക്കുക. ഓക്കെ. അപ്പോൾ അന്നത്തെ CII എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2005-2006 CII ഐ തിങ്ക് 117 ആണെന്ന് തോന്നുന്നത്. ഓക്കെ. 117 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 4,94,017 കിട്ടും. ഓക്കെ. അപ്പോൾ രണ്ട് രീതിയിലും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഓക്കെ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൽ ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ നോക്കാം അല്ലേ. 1/7/2002 ജിതേന്ദർ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രീവിയസ് ഓണർ അത് 25,000 രൂപയ്ക്ക് ഒരു ഇംപ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഓണർ ഇംപ്രൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അസസിക്ക് എന്ത് ചെയ്യാം? ഈ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൽ ഉൾപ്പെടുത്താം. ഓക്കെ. അപ്പോൾ 25,000. പിന്നെ ഇംപ്രൂവ്മെൻറ്റ് ഒന്നുമില്ല, പോളിഷ് ചാർജ് ആണ്, അത് ക്യാപിറ്റൽ നാച്ചുറൽ അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ഉൾപ്പെടുത്തില്ല. 5,000 രൂപയുടെ അത് ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റിൽ ഉൾപ്പെടുത്തില്ല. കാരണം അത് ക്യാപിറ്റൽ നാച്ചുറൽ ആയി കഴിഞ്ഞാൽ മാത്രമേ അത് ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റിൽ ഉൾപ്പെടുത്തുള്ളൂ. ഓക്കെ. അപ്പോൾ 25,000 അത് നമുക്ക് ഈ എന്താ പറയുക അസസിക്ക് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൽ ഉൾപ്പെടുത്താം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,000 അല്ലേ. 25,000 ഇൻറ്റു
ഏത് വർഷമാണ് വിൽക്കുന്നത്? 289 വിൽക്കുന്ന വർഷം 2009 അപ്പോൾ അതിലത്തെ CII 289. ഇനി 2002 എന്ത് ചെയ്യുന്നത്? ഇമ്പ്രൂവ്മെന്റ് നടത്തുന്നത്. അപ്പോൾ 2002-2003 CII എന്ന് പറഞ്ഞാൽ 105 അല്ലേ, 105. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 68,810 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് ബാലൻസ് ഫിഗർ. എന്ത് കിട്ടും? അപ്പോൾ ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 11,88,000 നിന്ന് ഈ രണ്ട് എമൗണ്ടും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിന്. ഓക്കെ, ഇത് നമ്മൾ ഈ എമൗണ്ട് കിട്ടിയത് ഏത് പ്രകാരം? കേസസ് പ്രകാരമല്ല. കേസസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ വേറൊരു എമൗണ്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് പറഞ്ഞതാണ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഷാൾ ബി അവൈലബിൾ ഫ്രം ദ ഇയർ ഇൻ വിച്ച് വെൻ ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് വെദർ ബൈ കറന്റ് ഓണർ ഓർ ദ പ്രീവിയസ് ഓണർ. അപ്പോൾ അത് കറന്റ് ഓണർ ആയാലും പ്രീവിയസ് ഓണറിൻ്റെതായാലും ആ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കേസസ് വേർ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഈവൺ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റ്. ഇപ്പോൾ സാധാരണ ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. എന്നാൽ ചില കേസസിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ പോലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. വെറും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമേ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിലത്തെ ഏതാണ് ഫസ്റ്റ് പോയിന്റ് പറയാം. ഫസ്റ്റ്, ഡിബഞ്ചർ ഓർ ബോണ്ട്. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ബോണ്ട് ആൻഡ് ഡിബഞ്ചർ അതർ ദാൻ capital indexed bond issued by the government or sovereign gold bond issued by the RBI under the sovereign gold bond scheme 2005. അപ്പോൾ ഈ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തതോ അല്ലെങ്കിൽ RBI പറഞ്ഞത് പ്രകാരമുള്ള സ്കീം പ്രകാരം ഇഷ്യൂ ചെയ്തിട്ടുള്ള ബോണ്ട് ഒഴികെ ബാക്കി എല്ലാ ഡിബഞ്ചറിനും ബോണ്ടും ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിലും ലോങ് ടൈം ആണെന്നുണ്ടെങ്കിലും ഒന്നും ഇൻഡെക്സ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ സാധാരണ നോർമലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചറിനും ബോണ്ടിനും ഇൻഡെക്സേഷൻസ് അവൈലബിൾ അല്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റും അതേപോലെ RBI നോട്ടിഫൈ ചെയ്തിട്ടുള്ള ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻഡെക്സേഷൻസ് അവൈലബിൾ ഉള്ളൂ. നെക്സ്റ്റ് വൺ, സ്ലം സെയിൽ. സ്ലം സെയിൽ, ദ ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ഓർ ഡിവിഷൻ ഓഫ് സ്ലം സെയിൽ. അപ്പോൾ എന്താണ് സ്ലം സെയിൽ എന്നുള്ളത് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. സെക്ഷൻ 50B നമ്മൾ കമ്മിങ് സെക്ഷൻസിൽ അത് പഠിക്കാനുണ്ട്. കമ്മിങ് വീഡിയോസിൽ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അപ്പോൾ അതിന് എത്ര മനസ്സിലാക്കി വെക്കാം, അതിനെന്തില്ല, ഇൻഡെക്സേഷൻ കിട്ടില്ല, ഇൻഡെക്സേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്. സെക്ഷൻ 112A എന്ന് വെച്ചാൽ 112A പറഞ്ഞിട്ടുള്ള ഇക്വിറ്റി ഷെയർസും ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടും അതിനും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. നെക്സ്റ്റ്, സർട്ടൈൻ ട്രാൻസാക്ഷൻ ബൈ എ നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്നുണ്ട്, അതപ്പോൾ ഡിസ്കസ് ചെയ്യാം സെക്ഷൻ 48. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റിസിപ്റ്റ്. ട്രാൻസ്ഫർ ഓഫ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റിസിപ്റ്റ് പർച്ചേസ്ഡ് ഇൻ ഫോറിൻ കറൻസി. ഇപ്പോൾ ഫോറിൻ കറൻസിയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു GDR ഗ്ലോബൽ ഡെപ്പോസിറ്ററി റിസിപ്റ്റ് അത് ആരാണ്? എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ബീയിങ് എംപ്ലോയി ഓഫ് എൻ ഇന്ത്യൻ കമ്പനി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യൻ കമ്പനിയിലുള്ള ഒരു എംപ്ലോയി ഒരു GDR വാങ്ങിയിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അല്ല, അത് ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിലും ലോങ് ടൈം ആണെന്നുണ്ടെങ്കിലും അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് നമ്മൾ കുറച്ച് സെക്ഷൻസ് പറഞ്ഞു, എന്താണ് ട്രാൻസ്ഫർ അല്ലാത്തത് വന്നു, അതേപോലെ ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഏതൊക്കെ കേസസിലാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്തത് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And thank you for watching.